ഹലോ, അങ്ങനെ കുറേ നാളത്തെ സംസാരങ്ങൾക്കൊടുവിൽ ഫൈനലി ഞങ്ങൾ എയർ ഹാൻഡ്ലൂംസിലോട്ട് പോകാൻ കേട്ടോ. നമുക്ക് ഇത്രയും ദൂരം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലാഭമാവോ എന്നുള്ളൊരു സംശയമായിരുന്നു നമുക്ക്. പക്ഷെ അവിടെ എത്തിയപ്പോൾ നമ്മുടെ എല്ലാ സംശയങ്ങൾക്കുള്ള ഉത്തരം കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ കല്യാണം അടുത്ത് വരുന്ന ബ്രൈഡ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സാരീസൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി പ്ലേസാണ് AR ഹാൻഡ്ലൂംസ്. നമുക്ക് അവിടെ കയറുമ്പോൾ തന്നെ അങ്ങനത്തെ കൈത്തറി സംഭവങ്ങൾ കാണാൻ പറ്റും കേട്ടോ. അതിന് തൊട്ടപ്പുറത്ത് തന്നെ ലെഹങ്കയുടെ സെക്ഷൻ ഉണ്ട്. ഞാൻ അങ്ങനെ ലെഹങ്കയൊന്നും കാര്യമായിട്ട് പർച്ചേസ് ചെയ്തിട്ടില്ല. നമ്മൾ ഓൾറെഡി സാരീസും കാര്യങ്ങളാണ് അവിടെ നിന്ന് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ മൺഡേയാണ് പോയത്. പക്ഷെ ഭയങ്കര തിരക്കാണ് കേട്ടോ അവിടെ. ഒടുക്കത്തെ തിരക്കൊക്കെ എന്താ അത്രയും തിരക്കെന്ന് മനസ്സിലാകുന്നില്ല. സാധാരണ സൺഡേ സാറ്റർഡേ തിരക്കെന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ അവിടെ മൺഡേ ഒക്കെ ഭയങ്കര തിരക്കാണ്. നമ്മൾ ഒരുവിധം പർച്ചേസ് അവസാനിപ്പിച്ചിട്ടുള്ള ഇരുത്തമാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് മെൻസിൻ്റെ ഷർട്ടിൻ്റെ ഭാഗമാണ് കേട്ടോ. അവിടെയും നമുക്ക് നിൽക്കാൻ ഒരു ഗ്യാപ്പില്ലാത്ത അത്രയും തിരക്കാണ് കേട്ടോ. എന്താ പറയുക, മുട്ടുസൂചിയൊക്കെ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൗണ്ട് കേൾക്കില്ലെന്ന് പറയില്ലേ, അമ്മ അതിൽ തിരക്കാണ്. അതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് നുഴഞ്ഞ് പോകേണ്ട ഒരു അവസ്ഥയായിരുന്നു അവിടെ. അപ്പം നമ്മൾ അന്ന് പോയ ദിവസം തന്നെ അവിടെ ഒരു സീരിയൽ ആർട്ടിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ദേവി ചന്ദ്രൻ അന്ന് പേരുന്ന ഒരു സീരിയൽ ആർട്ടിസ്റ്റ്. നമുക്ക് സ്ക്രീനിൽ കണ്ടിട്ട് നമുക്ക് ഡയറക്റ്റ് കാണുമ്പോൾ ഇപ്പം ഞാൻ അങ്ങനെ നിന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ടു. അതുപോലെ നമ്മൾ കാണാൻ ആഗ്രഹിച്ച ഒരാളാണ് ആ ഷോപ്പിൻ്റെ ഓണർ. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു മനുഷ്യനുണ്ട്. എല്ലാവരോടും സംസാരിച്ച് നല്ല പോലെ ഇടപഴകി നടക്കുന്ന ഒരാളാട്ടോ. ഭയങ്കര സിമ്പിളായിട്ടുള്ള, ഞാൻ ഇങ്ങനത്തെ ഒരു ഓണറിനെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ വെഡിങ് പർച്ചേസ് ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് ഒരു സെറ്റ് സാരിയൊക്കെ ഗിഫ്റ്റ് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. നമ്മളോട് നന്നായിട്ട് വന്ന് സംസാരിച്ചു കേട്ടോ. നമ്മുടെ കൂടെ അവിടെ ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു, പ്രസിദ്ധ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആരെങ്കിലും പോകണമെങ്കിൽ ആ ചേച്ചീനെ ഒന്ന് ചോദിച്ച് കൂടെ നിർത്തിക്കോളൂ. അടിപൊളി സ്റ്റാഫാണ് അവിടുത്തെ. അപ്പോൾ അത്രേ ഉള്ളൂ. ടാ.